ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ടൂളിനെ പരിചയപ്പെടാം. ഒരു സിമ്പിൾ ടൂളാണ് ഇത്. ഗാർഡനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂളല്ല, പക്ഷേ വേറൊരു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. പക്ഷേ നമ്മുടെ ടെറസിൽ ഗാർഡനിങ് ചെയ്യുമ്പോഴേക്കും അത്യാവശ്യം നല്ല ഉപകാരമുള്ളൊരു സാധനമാണ്. വേറൊന്നുമില്ല, ഇതാണ് ആ സാധനം. പലർക്കും ഇതെന്താണെന്ന് അറിയാമായിരിക്കും. ഇതാണ് പുട്ടി നൈഫ്. നമ്മുടെ പെയിൻ്റ് അടിക്കുന്ന ആൾക്കാർ ചുവരിലൊക്കെ പുട്ടി തേച്ച് പിടിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന നൈഫാണ്. ഇതിൻ്റെ ചെറുതും വലുതൊക്കെ ഉണ്ട് ഇത് എന്നിട്ടൊരു 12 ഇഞ്ച് ഒരടി വീതിയുള്ള ഒരു പുട്ടി നൈഫാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗാർഡനിങ്ങിലെ അതായത് ഞാനിവിടെ ഉപയോഗിക്കുന്ന ഗാർഡനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂൾ ഇതാണ്. ഭയങ്കര ഹാൻഡിയാണ്. അപ്പോൾ ഇന്ന് നമ്മളിതിനെ പറ്റിയുള്ള കുറച്ച് ഉപയോഗങ്ങളാണ് പറയുന്നത്. വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ഞാൻ സന്തോഷ്, ഇത് ഫ്രഷ് ലീവ്സ് എന്ന യൂട്യൂബ് ചാനൽ. ഞാനിവിടെ ചെയ്യുന്ന ഹൈഡ്രോപോണിക് ഫാമിംഗ്, ഓർഗാനിക് ഫാമിംഗ്, പിന്നെ അതിന് ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ടെക്നിക്സ് നിങ്ങളോട് വിവരിക്കുന്ന കുറച്ച് വീഡിയോകളാണ് ചാനലുള്ളത്. വീഡിയോകൾ മുടങ്ങാതെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് ഓൺ ചെയ്ത് വെച്ചിരിക്കും. ഇതുപോലെ പുതിയ വീഡിയോകൾ ഇടുമ്പോഴേക്കും ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനാണ് ബെൽ ഐക്കൺ ഓൺ ആക്കി വയ്ക്കുന്നത്. നമ്മൾ ടെറസിൻ്റെ മുകളിൽ ഗ്രോ ബാഗിലോ ചെടിച്ചട്ടിലോ കൃഷി ചെയ്യുമ്പോഴേക്കും ഇടയ്ക്കിടയ്ക്കെങ്കിലും മണ്ണ് തട്ടിയിട്ട് അതിനകത്ത് പുതിയ വളമൊക്കെ മിക്സ് ചെയ്ത് ഒന്ന് വെയിലൊക്കെ കൊള്ളിച്ചെടുത്തിടാറുണ്ട്. അപ്പം മിക്കവാറും ചെയ്യുന്നത് ഈ ഗ്രോ ബാഗ് എല്ലാം കൂടെ ഒരു സൈഡിലേക്ക് കൂമരം പോലെ കൂട്ടിയിട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ വളവും കുമ്മായവും ഒക്കെ കൂടെ ചേർത്ത് അവിടെ തന്നെ മിക്സ് ചെയ്തായിരിക്കും പുതിയ ബാഗിലോട്ടൊക്കെ നിറയ്ക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും ഞാൻ നേരത്തെ മൺവെട്ടിയാണ് ഉപയോഗിച്ചിരുന്നത്. വേറെ പലരും മൺവെട്ടിയായിരിക്കും, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഗാർഡനിങ് ടൂൾസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ചില പ്രശ്നങ്ങൾ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, മൺവെട്ടി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഹെവിയാണ്. ടെറസിൻ്റെ മുകളിൽ അത് വെച്ചിട്ട് വെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കോൺക്രീറ്റിൻ്റെ മുകളിലുള്ള തേച്ചിട്ടുള്ള ആ ഒരു സിമെൻ്റ് ഉണ്ടല്ലോ, അതിന് ചിലപ്പം കേടുപാടുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ചെറിയ ഗാർഡനിങ് ടൂൾസ് ആണെങ്കിൽ അത് ചെറിയ സൈസാണ്. അപ്പോൾ വലിയ കൂമ്പാരം കൂട്ടിയിട്ടുള്ള ഒരു 10-50 ബാഗിലുള്ള മണ്ണൊക്കെ ഒന്നിച്ചിട്ട് കൂട്ടിയെടുക്കുകയെന്ന് വെച്ചാൽ അതും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും എനിക്കിവിടെ അബദ്ധത്തിൽ, അതായത് കൈവശം നമ്മൾ ഈ വീട് വെച്ച സമയത്ത് വീട്ടിൽ പൊട്ടിയിട്ടതിന് ശേഷം ബാക്കി വന്നൊരു ഈ ഒരു പുട്ടി ബ്ലേഡാണ് കിട്ടിയത് കയ്യിൽ. അത് വെച്ച് ഞാൻ മിക്സ് ചെയ്തപ്പോഴേക്കും നല്ല എളുപ്പമായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഒരു 10 വർഷമായിട്ട് ഞാൻ ഇതേ ടൂൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം വാങ്ങിച്ചൊരു പുതിയതാണിത്. ഇതിപ്പോൾ ഒരു 6-7 മാസമായിക്കാണ് ഞാൻ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴേക്കും ഇതിനെപ്പറ്റി ഒരു വീഡിയോ നിങ്ങളോട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് ഒരു കുഞ്ഞു വീഡിയോ ചെയ്യുന്നത്. ഇത് ഗാർഡൻ സ്റ്റോറിലെല്ലാം കിട്ടുന്നത്, പെയിൻറ്റ് കടകളിലാണ് കിട്ടുന്നത്. അവിടെ പോയിട്ട് പുട്ടി നൈഫ് എന്ന് ചോദിച്ചാൽ മതി. 12 ഇഞ്ചാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് എന്തൊക്കെ ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമ്മുടെ വീട്ടിലെ ഫാമിങ്ങിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തൊരു ഏരിയയാണിത്. ഇത് നമ്മുടെ ഒരു ഡെസ്ക്കാണ്, അത് വർക്ക് ടേബിളാണ്. PVC പൈപ്പിലൊക്കെ ഉണ്ടാക്കിയ ഒരു വർക്ക് ടേബിൾ നമ്മൾ വേറെ പല വീടുകളിലും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വെച്ചാൽ നമ്മൾ മണ്ണ് മിക്സ് ചെയ്യുന്നതും ഇതുപോലെ ചെറിയ ചെറിയ പോട്ടിൽ നിറയ്ക്കുന്നതും പ്ലാന്റ് കട്ട് ചെയ്യുന്നതും ന്യൂട്രിയൻറ്റ് മിക്സ് ചെയ്യുന്നതെല്ലാം. അപ്പോൾ പെട്ടെന്ന് മെസ്സിയാവും. അത് ഇഷ്ടംപോലെ മണ്ണൊക്കെ വീട് പെട്ടെന്ന് അഴുക്കാവുന്നൊരു സ്ഥലമാണ്. നമ്മൾ മൈക്രോ ഗ്രീൻസ് ഹാർവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴേക്കും നമുക്കിതിനെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ഈ ഒരു സാധനം യൂസ് ചെയ്യും. ഇങ്ങനെ എടുത്ത് മാറ്റി നമുക്കിതിനെ വാരി കൊണ്ട് പോകാൻ പറ്റും. പിന്നെ പ്രധാനപ്പെട്ട യൂസാണ് നമ്മുടെ ഒയാസിസ് ഫോം കട്ട് ചെയ്യാനായിട്ട്. ഒയാസിസ് ഫോം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ തൈകളുടെ തണ്ട് മുളപ്പിക്കുന്നത് ഒയാസിസ് ഫോമിലാണ്. അതിന് നമ്മൾ ഇങ്ങനത്തെ സ്പോഞ്ച് ക്യൂബ്സായിട്ട് കിട്ടും, വലിയ ഷീറ്റ്. ഇതിന് ഓരോ ക്യൂബ്സിനെയും നമ്മൾ 2 പീസാക്കും. 2 പീസാക്കിയിട്ട് നമ്മുടെ പ്രോട്രയിലുള്ള ഓരോരോ ഹോളിലേക്ക് വയ്ക്കും. അപ്പോൾ ഇതിന് ഒരു ക്യൂബിൽ നിന്ന് നമുക്ക് 2 ചെടി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കട്ട് ചെയ്യണം. കട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഒന്നുകിൽ ഇതുപോലത്തെ ഒരു നൈഫ് യൂസ് ചെയ്യാം. നൈഫ് യൂസ് ചെയ്തിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം. കണ്ടില്ലേ? എന്നിട്ട് ഇതിൻ്റെ നടുക്ക് ഭാഗത്തുനിന്ന് ഇങ്ങനെ കട്ട് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മളിതിനെ പീസാക്കുന്നത്. എന്നിട്ട് ഇതിനെ വീണ്ടും 2 ആക്കും. നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ കട്ട് ചെയ്യാണ് ഓരോരോ പീസായിട്ട്. പക്ഷേ ഇത് അത്യാവശ്യം സ്ലോ ആവുന്നൊരു പ്രോസസ്സാണ്. ഇതിന് പകരം നമ്മൾ കുറേ കൂടെ ഫാസ്റ്റായിട്ട് ചെയ്യാനായിട്ട് ഇതേ ടൂൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ എടുത്ത് വയ്ക്കുക. അതിൻ്റെ ഇതിനകത്തൊരു കട്ടിംഗ് ഉണ്ട്. ആ കട്ടിങ് നോക്കി വയ്ക്കുക. ജസ്റ്റ് പ്രസ് ചെയ്യുക. കണ്ടില്ലേ എന്ത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന്. എന്നിട്ട് ഇതിൻ്റെ ഓരോന്നിനെയും നമ്മൾ വീണ്ടും 2 പീസാക്കുന്നുണ്ട്. ഇതെൻ്റെ സെൻറ്ററിൽ കൂട്ടിയാണ്, അതായത് ഇതിനെ ഇങ്ങനെ നടുക്കൂടെ സ്ലൈസ് ചെയ്യുന്നൊരു പരിപാടിയാണ്. ഇങ്ങനെ ഓരോന്നിനും സ്ലൈസ് ചെയ്തിട്ട് വീണ്ടും ഇതിനെ നിവർത്തി വെച്ചതിന് ശേഷം പ്രോപ്പറായിട്ട് അടുക്കിയെടുക്കും. പഴയതുപോലെ തന്നെ അടുക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഇനിയാണ് ഇതിനെ ഹൊറിസോണ്ടലായിട്ടുള്ള കട്ട് ചെയ്യുന്നത്. കണ്ടില്ലേ? ഇനി ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്യും. നമ്മൾ നൈഫ് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് എടുക്കേണ്ട കാര്യം നമ്മൾ ഈ ഒരു ടൂൾ വെച്ചിട്ട് 2 മിനിറ്റ് കൊണ്ട് തീർത്തിട്ടുണ്ട്.
കണ്ടില്ലേ. പിന്നെ നമ്മളിതിന് ഓരോരോ പോക്കറ്റിനകത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് തണ്ടുകളും പിന്നെ ചെറിയ വിത്തുകളും ഇതിനകത്ത് മുളപ്പിക്കുന്നത്. കുക്കുംബർ പോലുള്ള പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒരു ഫുൾ ക്യൂബ് എടുക്കും. ചെറിയ മറ്റേ പോക്ചോയ് കേത് പോലുള്ള സാധനമാണെങ്കിൽ നമ്മളിതുപോലത്തെ ഹാഫ് ക്യൂബ്സ് വെച്ചിട്ട് ഇതിനകത്ത് വീണ്ടും ഒരു ഹോൾ ഇട്ടിട്ടാണ് വയ്ക്കുന്നത്. ഇതിൽ ഓൾറെഡി ഒരു ഹോൾ ഇട്ടാണ് വരുന്നത് വലിയ പ്ലാന്റ്സിന് വേണ്ടിയിട്ട്. പക്ഷേ നമ്മളിതിനെ ചരിച്ചാണ് വയ്ക്കുന്നത്. ഇങ്ങനെ ചരിച്ചാണ് വയ്ക്കുന്നുള്ളതുകൊണ്ട് നമുക്ക് ഈ സൈഡിൽ ഹോൾ വേണം. അപ്പോൾ നമ്മളിവിടെ ഒരു കുഞ്ഞു ഹോൾ ഇട്ടിട്ട് അവിടെയാണ് വിത്ത് അല്ലെങ്കിൽ ചെറിയ തൈകളൊക്കെ വയ്ക്കുന്നത്. ഇതാണ് അതിൻ്റെ വേറൊരു ഉപയോഗം. ഓയിസ്റ്റർ സ്പോഞ്ച് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിനുണ്ട്. ആവശ്യമുള്ളവർ നമ്മുടെ shop.freshleaves.in നോക്കുക, അതിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. തൈകൾ മുളപ്പിക്കാനും അല്ലെങ്കിൽ ഇതുപോലെ തണ്ട് കുത്തി മുളപ്പിക്കാനും ഏറ്റവും നല്ല ഒരു മാധ്യമമാണ് ഈ ഓയിസ്റ്റർ സ്പോഞ്ച് എന്ന് പറയുന്നത്. നമ്മളതിനെപ്പറ്റി വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ഈ ടൂൾ കൊണ്ടുള്ള അടുത്ത ഉപയോഗം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ടെറസിൻ്റെ മുകളിലാണ് മിക്കപ്പോഴും കൃഷികൾ പലതും ചെയ്യുന്നത്. അപ്പോൾ ഈ മണ്ണും പുല്ലും ഒക്കെ വീണ് ഇഷ്ടംപോലെ മെസ്സിയാവും, പെട്ടെന്ന് വൃത്തികേടാവും, അല്ലെങ്കിൽ പായൽ പിടിക്കും. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിൽ നമുക്കത് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുന്നൊരു സെറ്റപ്പാണ്. ഇങ്ങനെ ഒന്ന് മാന്തി എടുത്താൽ മതി. നമുക്ക് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലത്തുനിന്ന് നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും. എന്നിട്ട് ഇതിനെ കോരിയെടുത്ത് കളയാനും ഇത്ര എളുപ്പമാണ്. കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത്ര എളുപ്പത്തിൽ നമുക്ക് കോരി മാറ്റാനും പറ്റും. ഇത് വെയിറ്റ് ഇല്ലാത്തൊരു ഇതായതുകൊണ്ട് നമുക്ക് ടെറസിൻ്റെ മേളിൽ ഒരു പ്രശ്നമില്ല. ഇനി ഇതുകൊണ്ടുള്ള അടുത്ത യൂസാണ് നമുക്ക് ചില സാധനങ്ങളൊക്കെ വെട്ടിമുറിച്ച് മാറ്റാമെന്നുള്ളതാണ്. ഒരു വെട്ടുകത്തി അല്ലെങ്കിൽ ഒരു കത്തിയുടെ ഉപയോഗം നമുക്കുണ്ട്. നമ്മൾ ഇതുപോലെ ടെറസിൻ്റെ മേളിലൊക്കെ വന്നേക്കുന്ന ഓല വെട്ടാനായിട്ടും ചില സമയത്ത് നമ്മളിത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കണ്ടില്ലേ കണ്ടില്ലേ. പിന്നെ ഓല വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് നിന്ന് ഈർക്കിലെടുക്കാനും ഇത് തന്നെ ഉപയോഗിക്കാം. ഇത് ഭയങ്കര സൂപ്പർ ഷാർപ്പല്ല, ഇച്ചിരി ഷാർപ്പ്നെസ് കുറഞ്ഞ ബ്ലേഡാണ്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കൈയൊന്നും മുറിയത്തൊന്നുമില്ല. പക്ഷേ ഇതുപോലെയുള്ള ഓല വൃത്തിയാക്കി എടുക്കാനും ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാം. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകൾ ഉണ്ടാക്കാനായിട്ട് നമുക്കിതിൻ്റെ എഡ്ജിങ്ങനെ കോർണറിന് ഷാർപ്പായിട്ട് വെട്ടി ഉണങ്ങാൻ വയ്ക്കാറുണ്ട്. അപ്പോൾ അതിന് നമുക്ക് മുള്ളുണ്ട്, കൈ കുത്തുന്നുണ്ട്. ജസ്റ്റ് ഇതിങ്ങനെ ഷാർപ്പാക്കാൻ നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാം. നമ്മുടെ ഇവിടുത്തെ അടുത്ത രണ്ടാമത്തെ പ്രധാന ഉപയോഗമാണ് നമ്മുടെ ടെറസിൻ്റെ മുകളിൽ ചെടി വയ്ക്കുമ്പോഴേക്കും മണ്ണ് കുത്തി കളച്ച് മിക്സ് ചെയ്യുക, വളമിട്ട് മിക്സ് ചെയ്യുക. അതായത് ഒരു പ്ലാന്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മണ്ണൊക്കെ ഒന്ന് തട്ടിയിട്ട് ഉണക്കും, നന്നായിട്ട് വെയിൽ കൊള്ളിച്ച് ഉണക്കിയതിന് ശേഷം പുതിയതായിട്ട് വളമൊക്കെ ചേർത്തിട്ടാണ് അടുത്ത് നടുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ടൂള് ഭയങ്കര ഉപയോഗമാണ്. നമുക്ക് ഗാർഡനിൽ കിട്ടുന്ന ചെറിയ കോരികളൊക്കെ ഉണ്ട്, പക്ഷേ അതൊക്കെ അറിയാമല്ലോ ഒരു ചെറിയ സൈസാണ്. അപ്പോൾ അതിൽ നമുക്ക് കിട്ടുന്ന മണ്ണിൻ്റെ ക്വാണ്ടിറ്റി, എടുക്കാൻ പറ്റുന്ന മണ്ണിൻ്റെ ക്വാണ്ടിറ്റി ഇത്രയായിരിക്കും. പക്ഷേ ഇങ്ങനൊരു ടൂള് ഇതിനൊട്ടും വെയിറ്റ് ഇല്ല. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാം, ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാം. ഇത് വെച്ചിട്ട് നമുക്ക് ഈസിയായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാം. കോരി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മിക്സ് ചെയ്യാം. ഓരോ സൈഡിൽ നിന്ന് കോരി ഇത്രയൊക്കെ മറിക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ മറിച്ച് കഴിഞ്ഞാൽ എന്ത് തന്നെ വളം ഇട്ട് കഴിഞ്ഞാലും സൂപ്പറായിട്ട് മിക്സായി വരും, നല്ലോണം പൊടിഞ്ഞ് വരും. ഒട്ടും തന്നെ വെയിറ്റില്ലാത്തതുകൊണ്ട് കൈ അധ്വാനത്തിൻ്റെ, അതായത് കൈ കഴിക്കുന്ന ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല, കൈ വേദനിക്കത്തൊന്നുമില്ല. അത് ഈസിയായിട്ട് ചെയ്യാം. ഇത്രയും മണ്ണും ഇതിനകത്ത് കയറി വരുന്നുണ്ട്. അതിൻ്റെ ഒരു യൂസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പോട്ടിലൊക്കെ നിറയ്ക്കുന്ന സമയത്ത് ചെറിയ പോട്ടൊക്കെ ഉണ്ടല്ലോ, ഇതിപ്പോൾ ഒരു 6 ഇഞ്ച് പോട്ടാണ്. അപ്പോൾ അതിനകത്ത് മൺവെട്ടി വെച്ച് കോരിയിടുകയെന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും ഫില്ല് ചെയ്ത് കളഞ്ഞു പോകും. ഇട്ട് കഴിയുമ്പോഴേക്കും പകുതി ഇതിനകത്ത് പോകും, പകുതി വെളിയിൽ പോകും. പക്ഷേ ഇങ്ങനത്തെ ഒരു ടൂളാണെങ്കിൽ നമുക്കിത് ഇങ്ങനെ കോരുക, ഇങ്ങനെയും ഇടുക, കഴിഞ്ഞു. ഒരു പൊടി പോലും വെളിയിൽ പോകാതെ ഫുള്ളായിട്ട് ഇത് ഇതിനകത്ത് വീഴും. ഇത്രയേ ഉള്ളൂ. ഇത്ര ഈസി ആയിട്ട് നമുക്ക് പോട്ട് നിറയ്ക്കാൻ പറ്റും. ഇതുപോലെ തന്നെ ചെറിയ ചെറിയ ബാഗിനകത്ത് നമുക്ക് ഇതേ സെറ്റപ്പിൽ തന്നെ നിറയ്ക്കാനും പറ്റും. ഇങ്ങനെ കോരിയിട്ട് ഇങ്ങനെയാണ് ഇടേണ്ടത്. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് നിറയ്ക്കാൻ പറ്റും. ഇത് ഇത്രയും തിന്നായതുകൊണ്ട് തന്നെ നമ്മുടെ ടെറസിൽ കിടക്കുന്ന ഒരു പൊടി പോലും ഇവിടെ കിടക്കാതെ ഈസി ആയിട്ട് എല്ലാം കോരിയെടുക്കാൻ പറ്റും. കണ്ടില്ലേ, അതിൻ്റെ കിളി മാത്രമേ പറ്റിയിട്ടുള്ളൂ, അല്ലാതെ പൊടിയായിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഹെവി ആയിട്ടുള്ള കമ്പുകളൊക്കെ മുറിക്കാൻ പറ്റും. ഇത് നമ്മുടെ ഒരു ചെമ്പകത്തിൻ്റെ കമ്പാണ്. നമ്മളിവിടെ ചെമ്പകം എന്നാണ് പറയുന്നത്, ചുവന്ന ചെമ്പകം. ടെറസിന് മേളിൽ നിന്നെയാണ്. കുറച്ച് ഹെവി ആയിട്ടുള്ള കമ്പുകൾ ഇത് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. ഇല്ലേ, പിന്നെ ഇങ്ങനെയൊക്കെ വെട്ടി മുറിക്കുമ്പോഴേക്കും കൈ ശ്രദ്ധിക്കാം. പിന്നെ വലിയ കമ്പാണെങ്കിൽ ജസ്റ്റ് 1-2 തട്ടിൽ പീസായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാം, വെട്ടുകത്തി പോലെ. പക്ഷേ ഇത് തിന്നായതുകൊണ്ട് ഒരുപാട് കട്ടിയുള്ളതിലൊന്നും വെട്ടാൻ നിൽക്കേണ്ട.
അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള തണ്ടുകൾ മാത്രം നമുക്കിതുപോലെ വെട്ടിയെടുക്കാം. കണ്ടില്ലേ, ഇതൊക്കെ ക്ലീൻ ചെയ്യാനും ഈസിയാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ ഉപകാരങ്ങളുള്ള ഒരു ടൂളാണിത്. ഞാൻ കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളൊക്കെ പഠിച്ചിരുന്ന സമയത്ത്, അതായത് പോളിടെക്നിക്കിൽ പഠിച്ചിരുന്ന സമയത്ത് അവർ പ്രത്യേകം പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്, യൂസ് പ്രോപ്പർ ടൂൾസ്. അതായത് ഈ ടൂൾ എന്തിനാണോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ ഒരു പർപ്പസിന് മാത്രം യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാത്ത സമയങ്ങളിൽ ചിലപ്പോൾ അപകടങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് ഉണ്ടാക്കിയിരിക്കുന്ന പർപ്പസ് എന്ന് പറഞ്ഞാൽ പെയിൻറ്റിങ്ങിൽ പുട്ടിയിടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലെവലാക്കാൻ വേണ്ടിയിട്ടാണ്. ആ പർപ്പസ് അല്ലാതെ വേറൊരു പർപ്പസിനാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വളരെ ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആരും ഇത് വെച്ചിട്ട് കൈയൊന്നും മുറിച്ച് പ്രശ്നമാക്കണ്ട. അതുകൊണ്ട് ഞാൻ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിച്ച് മാത്രം യൂസ് ചെയ്യുക. പക്ഷേ വളരെ ശ്രദ്ധിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഹാൻഡി ആയിട്ടുള്ള ഒരു ടൂളാണ്. പിന്നെ ഇത് മാക്സിമം ഇതിനകത്ത് നമ്മൾ ടെറസിൻ്റെ മേളിൽ മാന്തി എടുക്കുമ്പോഴേക്കും ഇത് ഷാർപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഷാർപ്നെസ് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് അടിക്കുക. കൂടാതെ കൃഷിയെ സ്നേഹിക്കുന്ന മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ കൃഷി വിശേഷങ്ങളും പുതിയ ടെക്നിക്സുമായി ഞാൻ വീണ്ടും വരാം. സോ സ്റ്റേ ട്യൂൺഡ്.